ഒരു തമ്മാടിത്തരം നടക്കുന്ന ഒരു സദസ്സിലേക്ക്, അതല്ലെങ്കിൽ എന്തെങ്കിലും നീചമായ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സദസ്സിലേക്ക് ഒരു മനുഷ്യൻ ഈ ലഹരി ഉപയോഗിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ ലഹരി ഉപയോഗിച്ചുകൊണ്ടോ അങ്ങനത്തെ ഒരു സദസ്സിലേക്ക് അവൻ പോകേണ്ടി വന്നാൽ അവൻ്റെ കൂടെ ഹഫളത്തിൻ്റെ മലായിക്കത്തുകൾ ഉണ്ടായിരിക്കും. ആ മലായിക്കത്തുകളെ അവൻ ബുദ്ധിമുട്ടിക്കുന്നു എന്നുള്ളത് ഏറ്റവും വലിയൊരു ദോഷമാണ്. അത്രത്തോളം. കാരണം അങ്ങനെയാണല്ലോ, ഏതൊരു മനുഷ്യൻ മരിക്കുമ്പോഴും ആ സക്കറാത്തിൻ്റെ നേരത്ത് റഖീബ് അതീദ് അലൈഹിസ്സലാമിനെ കണ്ടിട്ടല്ലാതെ അവൻ്റെ റൂഹ് പിരിയൂല എന്നാ. നമ്മൾ ഇന്ന് വരെ അവരെ കണ്ടിട്ടില്ല, കാണാതെ നമ്മളൊട്ട് മരിക്കുകയുമില്ല. ആ സമയത്ത് സക്കറാത്തിൻ്റെ നേരത്ത് ഈ രണ്ട് മലായിക്കത്തുകളും നമ്മുടെ എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തുന്ന, നന്മ തിന്മകൾ രേഖപ്പെടുത്തുന്ന രണ്ട് മലായിക്കത്തുകൾ വന്നുകൊണ്ട് നമ്മുടെ സക്കറാത്തിൻ്റെ നേരത്ത് നമ്മുടെ കാഴ്ചവട്ടത്ത് വന്നുകൊണ്ട് പറയുമെന്നാണ്, ജസാക്കല്ലാഹു അന്നാ ഖൈറാ. നല്ല ഈമാനോടെ മരിക്കുന്ന ആൾക്ക് വേണ്ടി അവർ ദുആ ചെയ്യും, പടച്ചോനെ ഞങ്ങളിൽ നിന്നുള്ള എല്ലാ നന്മയും കൊടുക്കണേ അല്ലാ. എന്നാൽ തമ്മാടിയായ ഒരു മനുഷ്യനാണ് മരിക്കുന്നതെങ്കിൽ, ഈമാനില്ലാതെയാണ് മരിക്കുന്നതെങ്കിലോ, ജസാക്കല്ലാഹു അന്നാ ഖൈറാ, ഞങ്ങളിൽ നിന്നുള്ള ഒരു നന്മയും അവനക്ക് കൊടുക്കല്ല അല്ലാ എന്ന് പറഞ്ഞിട്ട് അവർ പറയുന്നുണ്ട്, റുബ്ബ മജ്ലിസി സൂഇൻ അജ്ലസ്തനാ, എത്ര ചീത്ത സദസ്സിൽ ഞങ്ങളെ കൊണ്ടുപോയി ഇരുത്തിയവനാണ്. അതാണ് പറയുന്നത്, മലായിക്കത്തിനെ ബുദ്ധിമുട്ടിക്കുന്നൊരവസ്ഥയുണ്ടാകും. ആ മലായിക്കത്തിനെ ബുദ്ധിമുട്ടിച്ചു എന്നൊരു വിപത്ത് കൂടി ഈ ലഹരിയിലൂടെ നമുക്കുണ്ടായിത്തീരുകയാണ്. എട്ടാമത്തതോ, അന്നഹു വജബ അലൈഹിൽ ഹദ്ദ് 80 ജൽദാ. മദ്യപിച്ചാൽ ഇസ്ലാമിക റിപ്പബ്ലിക്കിൻ്റെ വിധി, ഇസ്ലാമിക വിധി പ്രകാരം മദ്യപിക്കുന്നവന് 80 അടിയാണ് അവൻ്റെ ശിക്ഷാമുറ. 80 അടി. ആ 80 അടി ദുനിയാവിൽ വെച്ച് കിട്ടിയിട്ടില്ല എങ്കിൽ, ദുനിയാവിൽ വെച്ചുകൊണ്ട് അങ്ങനത്തെ ഒരു സംഗതി ഇല്ല എങ്കിൽ അത് ആഖിറലോകത്തേക്ക് മാറിപ്പോകുന്നതാണ്. വൈലം യളരിബ് ഫിദ്ദുനിയാ യളറബു ഫിൽ ആഖിറ. ദുനിയാവിൽ വെച്ചിട്ട് അത് ചെയ്തിട്ടില്ലെങ്കിൽ അത് ആഖിറലോകത്തേക്ക് അത് നീങ്ങും. ഇവിടുന്ന് കിട്ടുമ്പോൾ നല്ല വടികൊണ്ട് എന്തെങ്കിലും ഉണ്ടൊക്കെ കിട്ടിയേക്കാൻ, പക്ഷേ ആഖിറത്തിലേക്ക് എത്തുമ്പോൾ നല്ല തീയിനാലുള്ള ചാട്ട കൊണ്ടാണ്, മിന്നീർ എന്നാണ് പറയുന്നത്, ചാട്ട കൊണ്ടാണ് അടിക്കുക. മാത്രമല്ല ആ അടിക്കുന്ന അവനക്ക് ആ ശിക്ഷ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അലാ റൂസിന്നാസി യൻദുറു ഇലൈഹിൽ ആബാഉ വൽ അസ്ദിഖാ, അവൻ്റെ കൂട്ടുകാരും നാട്ടുകാരും അയൽവാസികളും അവൻ്റെ മാതാപിതാക്കളുമെല്ലാം കാണുന്നൊരവസ്ഥയിൽ നിർത്തിക്കൊണ്ടാണ് അവനക്ക് നാളെ ആഖിറലോകത്ത് വെച്ചുകൊണ്ട് പടച്ച റബ്ബ് ശിക്ഷ കൊടുക്കുക. അല്ലാഹു നമ്മളെയും നമ്മളെ മക്കളെയും കാത്തുരക്ഷിക്കട്ടെ.